UN പൊതുസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. ഭീകരതയെ കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ പാരമ്പര്യമെന്ന് വിമർശനം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇടപെട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും ഇന്ത്യ തള്ളി. ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ല എന്ന് ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി. ഭീകരവാദ നയത്തെ പാകിസ്ഥാൻ വീണ്ടും മഹത്വവൽക്കരിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുടെ UN പ്രസംഗം അസംബന്ധ നാടകം. ഒരു നാടകത്തിനും യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാനാകില്ലെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗലോട്ട് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. This assembly witnessed absurd theatrics in the morning from the Prime Minister of Pakistan, who once again glorified terrorism that is so central to their foreign policy. However, no degree of drama and no level of lies can conceal the facts. പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. പഹൽഗാമിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തത് പാക് സ്പോൺസേഡ് ഭീകരപ്രവർത്തനം. ഇന്ത്യ പാക് സംഘർഷത്തിൽ ദേശീയ അഖണ്ഡതയും സുരക്ഷയും ലംഘിക്കപ്പെട്ടപ്പോൾ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് പാക് സേന പ്രതികരിച്ചതെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. ഇന്ത്യ സിന്ധു നദീജല കരാർ ലംഘിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി ആരോപണമുന്നയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണെന്നാരോപിച്ച് ഇന്ത്യ ഈ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞു. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.